ഹലോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. ബിക്കോസ് എല്ലാവരും എന്നോട് എപ്പോഴെപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യത്തിൻ്റെ റിപ്ലൈ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്കെപ്പോഴും നല്ലൊരു ഫേസ് ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷൊക്കെ അറിയണത് ഭയങ്കര ആഗ്രഹമാണ്. കറക്റ്റായിട്ട് അതും മാത്രമല്ല, നമുക്ക് ഒരുപാട് പേരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏത് സ്കിന്നിനെന്നുള്ളത് ഭയങ്കര സ്കിൻ ടൈപ്പും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന ബ്രാൻഡ് യൂസ് ചെയ്യുമ്പോൾ ഈ സ്കിൻ ടൈപ്പിന് ഓക്കെ ആവോ എന്നൊക്കെ ചോദിച്ച് വരുന്ന ഒരുപാട് കമൻസ് ഉണ്ട്. അതിനെല്ലാവരും നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാലോ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും അല്ലേ. അങ്ങനെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എനിക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനിതിനും പണ്ട് ഞാൻ കുറച്ച് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോസിലും എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് പറയാൻ വേണ്ടി പോകുന്നത്. കാരണം വർഷങ്ങളായിട്ട് നമ്മളെല്ലാം തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ എൻ്റെ ഫേസിന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. കാരണം എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു കോൺഫിഡൻസ് വേണം. കാരണം അത് ചെയ്യാം, അതിനൊരു പ്രോബ്ലവും ഇല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവർക്കതൊരു യൂസ് ആവും എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഉറപ്പ് വേണം. അതുകൊണ്ട് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ സ്കിന്നിന് ഉണ്ടാവത്തില്ല എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിലാണല്ലോ നമുക്കത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു എന്താ പറയുക, നമ്മൾ പറഞ്ഞതിലൂടെ ആർക്കെങ്കിലും അതൊരു നമ്മളുടെ വീഡിയോ ഇരുന്ന് കാണുന്നവരാണ്, സോ അവർക്കൊരു ഗുണം ചെയ്യുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. ആക്ച്വലി ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഫേസ് ക്ലെൻസറിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫേസ് ക്ലെൻസർ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത് അറിയാം. പലർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ളത് ക്ലെൻസറും ഫേസ് വാഷും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോഴും അറിയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലെൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിൻ പോർസസിനെ ഓപ്പൺ ചെയ്ത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. അതേ സമയത്ത് നമുക്ക് ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മളുടെ ഔട്ടർ ലെയറിൽ മാത്രം, അതായത് സ്കിന്നിൻ്റെ പുറമേ ഉള്ള ലെയർ മാത്രം ക്ലീൻ ചെയ്ത് പോകുന്നതാണ് നമുക്ക് ഫേസ് വാഷ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫേസ് വാഷിന് പകരമായിട്ട് ക്ലെൻസർ യൂസ് ചെയ്താലും ഓക്കെ ആവില്ല, ക്ലെൻസറിന് പകരമായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യാനും പറ്റത്തില്ല. രണ്ടും സെപ്പറേറ്റ് ആണ് എന്നുള്ളത് ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട് എന്നാണ് എനിക്ക്. കാരണം എനിക്കറിയാം നമ്മളോട് വരുന്ന കമൻസുകൾ, അത്തരത്തിലുള്ള ഒത്തിരി കമൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ക്ലെൻസർ വേറെ, ഫേസ് വാഷ് വേറെ. അപ്പോൾ ക്ലെൻസർ നമ്മൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യണം? എല്ലാ സമയത്തും നമ്മൾ യൂസ് ചെയ്യണോ? വേണ്ട. നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യേണ്ടത് മോർണിംഗ് ആൻഡ് ഈവനിങ് മാത്രം. രാവിലെ നമ്മൾ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുക, ടോണർ, മോയ്സ്ചറൈസർ, ഇതാണ് നമ്മളുടെ ഡെയിലി റൊട്ടീൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ ബിഫോർ ബെഡ് നൈറ്റ് ടൈമിലും നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലെൻസർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് പുറത്തൊക്കെ പോയി വന്ന് പൊല്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കിൻ ഭയങ്കര ഡള്ളായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഡീപ്പായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക ബാക്കിയുള്ള പ്രൊഡക്റ്റൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. നമുക്കറിയാം നൈറ്റ് ടൈം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഫേസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അതെല്ലാം തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്താൽ നമുക്ക് അത്രയും റിസൾട്ട് ഉണ്ടാവില്ല. കാരണം നമ്മളിടുന്ന മേക്കപ്പ് ആണെങ്കിലും ശരി, ഒരു ദിവസം നമ്മൾ സ്കിന്നിലേക്ക് എന്തെല്ലാം അപ്ലൈ ചെയ്യുന്നു അതെല്ലാം തന്നെ ഈവനിങ് ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്യുക, നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്ലെൻസർ എന്നുള്ളത്. ക്ലെൻസർ നമുക്ക് അത്രയും അത്യാവശ്യമാണോ എന്നും ചോദിക്കാറുണ്ട്, പലവരും നമ്മളോട് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ക്ലെൻസർ എന്നുള്ളത് വളരെ അത്യാവശ്യം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമ്മളുടെ ഡെയിലി റൊട്ടീനിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം കൂടെയാണ് ക്ലെൻസർ എന്ന് പറയുന്നത്. കാരണം ഡീപ്പ് ക്ലീനിങ് എപ്പോഴും നമ്മുടെ സ്കിന്നിന് ആവശ്യമാണ്. നമുക്ക് ഒരുപാട് പേര് എന്നോട് ഇപ്പോഴും പറയാറുണ്ട് സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട് മാം എന്നൊക്കെ പറയാറുണ്ട്. ദയവ് ചെയ്ത് ഇപ്പോഴും നമ്മളുടെ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും സോപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ
ദയവ് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് സോപ്പ് നമ്മൾ സ്കിന്നിലേക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഫേസിലേക്കാണെങ്കിലും ശരി, ഈവൻ ബോഡി ആണെങ്കിലും ചെയ്യേണ്ട. കാരണം അതിനകത്ത് ആൽക്കലൈൻ അസിഡിക്, അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകേണ്ടി വരും. ഞാൻ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഫേസ് വാഷ് ഓർ ക്ലെൻസർ വേണം. ഓറല്ല, ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരിക്കലും സോപ്പ് യൂസ് ചെയ്യരുത്. pH ലെവലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ pH ബാലൻസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കലും സോപ്പ് നമ്മൾ ഫേസിലേക്ക് കൊടുക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മളുടെ സ്കിന്നിനെ ഭയങ്കര ഡ്രൈ ആക്കി കളയും. നമ്മളുടെ സ്കിൻ എന്ന് പറയണത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, അതിലും ഫേസ് എന്ന് പറയണത് ഏറ്റവും നമ്മുടെ ശരീരത്തിലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അത്രയും മൈൽഡായിട്ടുള്ള പ്രൊഡക്റ്റ് വേണം കൊടുക്കാൻ. ഒരിക്കലും സോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തുള്ള കണ്ടൻറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ സ്കിൻ ഭയങ്കരമായിട്ട്, അതായത് ഡ്രൈ ആക്കും സ്കിന്നിനെ. നമ്മളുടെ സ്കിൻ എന്ന് പറയണത് കോടാനുകൂടി കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത്രയും ഹൈ കെമിക്കൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് സോപ്പ് യൂസ് ചെയ്യണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാം, ക്ലെൻസർ യൂസ് ചെയ്യാം. ക്ലെൻസർ എന്ന് പറയുമ്പോൾ ഡീപ്പ് ക്ലീനിങ്. ഫേസ് വാഷ് ഇനി എന്തിനാണ്, അപ്പോൾ ക്ലെൻസർ മാത്രം പോരെ എന്ന് ചോദിക്കുന്നവർക്ക് ഉള്ള ആൻസർ എന്ന് പറയുന്നത്, ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മൾ മോർണിംഗ് നമ്മൾ എഴുന്നേറ്റ് CTM ഒക്കെ ചെയ്യുന്നു, നമ്മളുടെ ഡെയിലി റൊട്ടീൻ ചെയ്ത് പോകുന്നു. ദെൻ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ നമ്മളുടെ ഫേസ് ഒന്ന് ചില സമയത്ത് ഡള്ളായി പോകും അല്ലേ. ഈവൻ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ശരി, ഫേസ് ഒന്ന് ഡള്ളാവാം. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫേസ് ഒന്ന് നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ദെൻ ഈവനിങ് ടൈം ആണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു 5:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ തിരിച്ച് വന്നിട്ടാണെങ്കിലും ശരി, അതല്ല വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ശരി, ഒരു 2 മണിക്കൂർ കൂടുമ്പോഴേക്കും നമ്മുടെ സ്കിന്നൊന്ന് ഇച്ചിരി ഡള്ളായിട്ട് പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡള്ളാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ മാത്രം, സൺസ്ക്രീൻ ആവശ്യമില്ല. ആഫ്റ്റർ 5:30 നമുക്ക് ചൂടെല്ലാം പോയി വെയിലെല്ലാം പോയി നമുക്ക് സൺസ്ക്രീൻ കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്യുക ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ സമയത്തൊന്നും നമുക്ക് എന്ത് വേണ്ട, ക്ലെൻസർ വേണ്ട. ക്ലെൻസർ എല്ലായ്പ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു സംഭവമല്ല ക്ലെൻസർ എന്ന് പറയുന്നത്. ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ ഡീപ്പ് ക്ലീനിങ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് അത് വീണ്ടും എന്നാൽ നമുക്ക് എപ്പോഴെപ്പോഴും കൊടുത്താൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് എപ്പോഴെപ്പോഴും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തും നമുക്കറിയാം, അധികമായാൽ അമൃതവും വിഷമാണ്. സോ അതുകൊണ്ട് കൂടുതൽ വേണ്ട, കുറച്ച് മതി. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഫേസ് വാഷിൻ്റെ കാര്യം എന്താണെന്നും ക്ലെൻസർ എന്താണെന്നും മനസ്സിലായി. ഇനി ക്ലെൻസർ നമുക്ക് ഏതെടുക്കാം മാം, ഏതാണ് ബെറ്റർ, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലെൻസർ പറഞ്ഞു തരാമോ എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കാരണം വർഷങ്ങളോളം ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ ക്ലെൻസറാണ് ഞാൻ കാരണം അത് എനിക്ക് മാത്രമല്ല, ഈവൻ ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് അത് യൂസ് ചെയ്ത് അത്രയും നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അറിയാം നല്ല റിസൾട്ട് ഉള്ളത് ധൈര്യമായിട്ട് നമുക്ക് ആരോടും പറയാം. പിന്നെ എല്ലാവരും അവരവരുടെ സീക്രട്ട് പുറത്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയല്ല. എനിക്ക് എന്താണോ നല്ലതായിട്ട് തോന്നുന്നത് ഞാനത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എല്ലാവരും നന്നായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഓക്കെ ആവണം, എല്ലാവരുടെയും ആഗ്രഹം അതാണ്. കൂടാതെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചാനലൊക്കെ ഇത്രയും ബുദ്ധിമുട്ടി കാണുന്നത്, എന്തെങ്കിലുമൊക്കെ നമുക്കിതിലൂടെ എന്തെങ്കിലും അറിവോ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് ഒരു നല്ലൊരു സംഭവം നമുക്ക് കൊടുക്കണം എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, ഞാൻ ഇതിനു മുമ്പ് പണ്ടൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബട്ട് എന്നാലും ഞാൻ വീണ്ടും പറയും. കാരണം എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു ക്ലെൻസർ ആണ്. പ്ലസ് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു ബ്രൈറ്റനിങ് കൂടെ കിട്ടണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ അതിന് നമുക്ക് എപ്പോഴും പണ്ട് തൊട്ടേ റൈസ് വാട്ടറൊക്കെ നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ നമ്മളുടെ ടാൻ റിമൂവ് ചെയ്യാനും ഈവൻ ടോണിലേക്ക് സ്കിൻ ടോൺ ഈവൺ ആക്കി കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അങ്ങനെ എല്ലാ രീതിയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസ് ഷോപ്പിൻ്റെ ക്ലെൻസറാണ്. സോ ഇത് നിങ്ങൾക്ക് നൈക്കിലെല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഫേസ് ഷോപ്പിൻ്റെ റൈസ് വാട്ടർ ബ്രൈറ്റ് എന്നാണ് ഇത് വരുന്നത്. സോ ഇതൊരു കൊറിയൻ ആണ്.
ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഓൾ സ്കിൻ ടൈപ്പിന് കൊടുക്കാൻ പറ്റുന്ന ഇത് ക്ലെൻസിങ് ഫോം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി ഡ്രൈ ആണെങ്കിലും നോർമലാണെങ്കിലും കൊടുക്കാവുന്നതാണ്. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ മാത്രം വളരെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് എടുത്താൽ മതി, ലൈറ്റായിട്ട് എടുക്കുക. ആ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ക്ലെൻസർ. സോ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, 2 പ്രാവശ്യം ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലെൻസിങ് ഞാൻ പറഞ്ഞത് ഫോമാണ്, ക്ലെൻസിങ് ഫോമാണ് ഇത് വരുന്നത്. സോ ഇത് ഓൾ സ്കിൻ ടൈപ്പിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വരുന്നത് റൈസ് വാട്ടർ ബ്രൈറ്റ് ആണ്, ഫേസ് ഷോപ്പിൻ്റെ ക്ലെൻസറാണ്. ഓക്കെ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും തന്നെ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചാനലിൽ സംബന്ധിച്ച് നമ്മളെല്ലാം ചെയ്ത് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഒത്തിരി ഗുണം ഉണ്ടാവും തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദെൻ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക. പിന്നെ എന്തെങ്കിലും കുറ്റവും കുറവും പോരായ്മയൊക്കെ ഉണ്ടാവും, സോ അതൊക്കെ ഒന്ന് പറയുക കേട്ടോ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തരിക. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും റൈറ്റ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക, അതിനുള്ള അറിവുകൾ എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നിന്ന് എടുക്കുക, നല്ലത് മാത്രം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റ് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഒക്കെ ചോദിക്കും. അത് നിങ്ങൾക്ക് ഫേസ് ഷോപ്പ് FACE ഫേസ് ഷോപ്പിൻ്റെയാണ് വരുന്നത്. നൈക്കഡ് ആപ്പിലുണ്ട്. ഇത് ക്ലെൻസിങ് ഫോമാണ് വരുന്നത്. ഓയിലി സ്കിൻ ആണെങ്കിൽ കുറച്ചെടുക്കുക, ബാക്കി നോർമൽ ടു ഡ്രൈ സ്കിന്ന് നോ പ്രോബ്ലം. പിന്നെ ജെൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്, കൊറിയനാണ്. അപ്പം ഭയങ്കര റിസൾട്ടും കൂടുതലാണ് റൈസ് വാട്ടർ ആയതുകൊണ്ട്. പിന്നെ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് നിങ്ങൾക്കും കൂടെ സജസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.